ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. മുരാരി ബാബുവിന്റെ കേസ് ഡയറി ഹാജരാക്കാനും SITക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 കേസിലെയും ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, വിവരങ്ങൾ. ധന്യ, വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിന്റെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു റെഗുലർ ബെയിലിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം ഈ ചെമ്പ് തകിടുകളുടെ സംരക്ഷണമോ അധികാരമോ തനിക്കില്ല. മാത്രമല്ല, തനിക്ക് മുകളിലുള്ള ആളുകൾ പറഞ്ഞ ഉത്തരവുകൾ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് തീരുമാനവും അനുസരിച്ച് താൻ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. സത്യസന്ധമല്ലാതെ ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടി താൻ ഈ മഹസറിൽ ഒപ്പിട്ടു. അദ്ദേഹത്തിനെതിരെ പ്രധാനമായി ചുമത്തിയ കുറ്റം ഈ കൈമാറുന്നതിന് വേണ്ടി മഹസറിൽ ഒപ്പിട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് താൻ സത്യസന്ധമല്ലാത്ത ഒരു ഉദ്ദേശത്തോടു കൂടിയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, തനിക്കെതിരെ ചുമത്തിയ വിവിധങ്ങളായ IPCയുടെ വിവിധ സെക്ഷനുകൾ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൂഢാലോചനയോ വ്യാജരേഖ ചമക്കലോ വിശ്വാസലംഘനമോ താൻ നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ സ്വത്തുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ തന്റെ കൈവശം അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ആ രൂപത്തിൽ പങ്കില്ല. ശബരിമലയിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2018 അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതാണ്. മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് തന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് അല്ലെങ്കിൽ തന്റെ കാലത്തെ ഇത്രയും അധികം കാലത്തെ സേവനത്തിനിടയ്ക്ക് താൻ ഒരു തരത്തിലുള്ള ക്രമരഹിതമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇപ്പോൾ കേസ് ഡയറി ഉൾപ്പെടെ ഹാജരാക്കാൻ SITയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിശദമായ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ധന്യ. ശരി മുസ്തഫ.